ഹരി, ഇനി 6 മാസം കൂടിയ റാങ്ക് പട്ടികയ്ക്ക് കാലാവധിയുള്ളൂ. 7000-ഓളം പേർ ആ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒരൊഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നറിയുന്നു. അത് വലിയ ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തിനാണ് പിന്നെ ഈ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്ന് പോലും ചോദ്യം ഉയരുന്നുണ്ട്. എന്താണ് നിയമനം വൈകാൻ കാരണമാകുന്നത്? ദിവ്യ, നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് 63 ദിവസം തുടർച്ചയായി CPO റാങ്ക് ഹോൾഡർമാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. പല രീതിയിലുള്ള സമരമുറകൾ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിലേക്കൊക്കെ തന്നെ എത്തി. ഭാവിയിലെ പോലീസുകാരാവേണ്ടിയിരുന്ന ഉദ്യോഗാർത്ഥികളാണ് അത്തരത്തിൽ പോലീസുമായ ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ തന്നെ തങ്ങളുടെ ഗതികേട് കാരണം കൊണ്ട് എത്തിയത്. പക്ഷേ ഒടുവിൽ ആ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നും തന്നെ സംഭവിച്ചില്ല. പല രീതിയിൽ പല ഇടപെടലുകളും നടത്താൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടെങ്കിലും തന്നെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് റാങ്ക് ഹോൾഡർമാർ അന്ന് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം. അന്ന് 13,000 പേരുടെ റാങ്ക് പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4,000-ഓളം പേർക്ക് മാത്രമേ ആ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചപ്പോഴും നിയമനത്തിനുള്ള ഒരു ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനുശേഷം അടുത്ത റാങ്ക് പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ആ റാങ്ക് പട്ടികയുടെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷമാണ്. അതിൽ 6 മാസം ഇപ്പോഴേ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ആർക്കും തന്നെ ആ റാങ്ക് പട്ടികയിൽ നിന്ന് ഇത്തരത്തിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം. വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ്. ഇത്തവണ കഴിഞ്ഞ തവണത്തേതുപോലെ 13,000-ഓളം പേരൊന്നും റാങ്ക് പട്ടികയിൽ ഇല്ല. ആകെയുള്ളത് 7,000-ഓളം പേരാണ്. അതും സപ്ലിമെന്ററി ലിസ്റ്റ് അടക്കം. സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ, SI റാങ്ക് പട്ടികയിൽ എല്ലാം കൂടി ചേർത്താണ് 7,000-ഓളം പേർ മാത്രമുള്ളത്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം അതിൽ പ്രധാനമായിട്ടും കാണുന്നത് ഈ ഒഴിവുകൾ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഒഴിവുകൾ അധിക സ്ട്രെങ്ത് അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ആവശ്യമായ ഒരു സ്ട്രെങ്ത് നിലവിലില്ല എന്നുള്ളത് പല ഘട്ടങ്ങളിലായി സംസ്ഥാന പോലീസ് മേധാവിയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ തന്നെ സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ശുപാർശ എന്നുള്ള രൂപത്തിൽ തന്നെ DGPയുടെ ഭാഗത്തു നിന്ന് അത് വന്നിട്ടും സർക്കാരിൽ നിന്ന് നടപടി ഉണ്ടായില്ല. മറിച്ച് അത് തള്ളുകയാണ് ഉണ്ടായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരത്തിൽ തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ധനവകുപ്പ് എത്തുകയായിരുന്നു. അതുകൊണ്ട് ആ സംസ്ഥാന പോലീസ് മേധാവിയുടെയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും ഒക്കെ തന്നെ ശുപാർശ ധനവകുപ്പ് തള്ളുകയായിരുന്നു. അതോടുകൂടി അധിക തസ്തികകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ ഈ റാങ്ക് പട്ടിക വരുന്ന സമയത്ത്, അതായത് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ മുൻകൂട്ടി ഇത്ര ഒഴിവുകൾ ഉണ്ടാവും, അതായത് അടുത്ത മാർച്ചിലും മെയിലും ഒക്കെ ആയി തന്നെ ഇത്രയും പേർ വിരമിക്കും എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂറായിക്കൊണ്ട് കുറച്ച് ഒഴിവുകൾ വരുത്തുകയും ആ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുകയും ചെയ്തു. ആ ഒഴിവുകളിലേക്ക് നിയമനം നടത്തിയത് കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത വിരമിക്കൽ വരെ മറ്റൊരു തരത്തിലുള്ള ഒഴിവുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ റാങ്ക് പട്ടികകളിൽ ഇടം പിടിച്ചവർക്ക് നിരാശ മാത്രമായിരിക്കും ഫലമെന്നാണോ? തീർച്ചയായിട്ടും നിലവിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. നിരാശ തന്നെ സമ്മാനിച്ചുകൊണ്ടാണ് സർക്കാർ ഇവരോടുള്ള പെരുമാറ്റം, സർക്കാരിന്റെ ഇവരോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ റാങ്ക് പട്ടിക നിലനിൽക്കുമ്പോൾ തന്നെ അടുത്ത വർഷം പ്രസിദ്ധീകരിക്കാനുള്ള റാങ്ക് പട്ടികയുടെ നടപടിക്രമങ്ങൾ കൂടി സർക്കാർ പൂർത്തീകരിച്ചു വരികയാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം.